കൊട്ടാരക്കര എന്ന സ്ഥലം അറിയപ്പെടുന്നത് കൊട്ടാരക്കര ഗണപതിയുടെ പേരിലാണ്. പിന്നെ മന്ത്രി ഗണേഷ് കുമാറിന്റെ പേരിൽ, അവരുടെ കുടുംബത്തിന്റെ പേരിൽ. പക്ഷേ ഇപ്പോൾ ഒരു കൊട്ടാരക്കരക്കാരൻ ലോക ശ്രദ്ധ, ഒപ്പം നമ്മുടെ രാജ്യത്തിന്റെ ശ്രദ്ധ, നരേന്ദ്രമോദിയുടെ അഭിനന്ദനം ഒക്കെ ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. കേരളത്തിന്റെ അഭിമാനം, ഇന്ത്യയുടെ ആണവോർജ്ജ മേഖലയിലെ കരുത്തായിരിക്കുകയാണ് കൊട്ടാരക്കരയുടെ അഭിമാനമായ ശ്രീ കെ വി സുരേഷ് കുമാർ. ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ ശാസ്ത്രീയ കുതിപ്പിന്റെ അടയാളമായ ഭാവനി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമാണ് ശ്രീ കെ വി സുരേഷ് കുമാർ എന്ന കൊട്ടാരക്കരക്കാരൻ. അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്നതാണ്. ഏറ്റവും ഒടുവിൽ കൽപ്പാക്കത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ അത് വിജയകരമായി പ്രവർത്തന സജ്ജമാകുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുരേഷിനെ കുറിച്ച വാക്കുകൾ ഏറെ ശ്രദ്ധേയമാണ്. ഇന്ത്യയുടെ സിവിൽ ന്യൂക്ലിയർ യാത്രയിൽ നിർണായകമായ ഒരു ചുവടുവയ്പ്പാണിത്. ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇന്ധനം ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഈ അത്യാധുനിക റിയാക്ടർ നമ്മുടെ ശാസ്ത്രീയ മികവിന്റെയും എഞ്ചിനീയറിംഗ് കരുത്തിന്റെയും തെളിവാണ്. ഈ അഭിമാനകരമായ നേട്ടത്തിന് പിന്നിൽ കെ വി സുരേഷ് കുമാറിനെ പോലുള്ള പ്രതിഭകളുടെ നിശബ്ദമായ പരിശ്രമമുണ്ട് എന്നാണ് നരേന്ദ്രമോദി കുറിച്ചത്. ആരാണ് കെ വി സുരേഷ് കുമാർ? കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര സ്വദേശിയായ അദ്ദേഹം 1985 ബാർക്ക് ട്രെയിനിങ് സ്കൂളിലൂടെയാണ് ആണവോർജ്ജ വകുപ്പിന്റെ ഭാഗമാകുന്നത്. കഴിഞ്ഞ 3 പതിറ്റാണ്ടിലധികമായി 30 വർഷത്തോളമായി ഇന്ത്യയുടെ ആണവ ഗവേഷണ മേഖലയിലെ കരുത്തുറ്റ ഒരു സാന്നിധ്യം തന്നെയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ നമ്മളൊന്ന് വിശകലനം ചെയ്യുകയാണ് എങ്കിൽ, FBTRന്റെ നായകൻ കൽപ്പാക്കത്തെ ഫാസ്റ്റ് ബ്രീഡർ ടെസ്റ്റ് റിയാക്ടറിനെ അതിന്റെ പൂർണ്ണ ശേഷിയിലേക്ക് എത്തിക്കുന്നതിലും ഗ്രിഡുമായി ബന്ധിപ്പിക്കുന്നതിലും അദ്ദേഹം നിർണായകമായ പങ്കാണ് വഹിച്ചത്. രണ്ടാമത്, ഭാവിയിലേക്കുള്ള നേതൃത്വം. ഇന്ത്യയുടെ ഊർജ്ജ സ്വയം പര്യാപ്തത ലക്ഷ്യമിടുന്ന പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച PFBR യാഥാർത്ഥ്യമാക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് അദ്ദേഹം നേതൃത്വം നൽകുന്നത് എന്നതും അദ്ദേഹത്തിന്റെ നേട്ടമാണ്. ഭാവനയുടെ അമരക്കാരൻ ഭാരതീയ നാഫിക്കിയ വിദ്യുത് നിഗം ലിമിറ്റഡിന്റെ തലപ്പത്തെത്തിയ കൊട്ടാരക്കരക്കാരൻ ഇന്ത്യ ആണവോർജ്ജ മേഖലയിൽ ലോകത്തിന്റെ നെറുകയിലെത്തിക്കാൻ പ്രയത്നിക്കുകയാണ്. ഇന്ത്യയുടെ ത്രിതല ആണവോർജ്ജ പദ്ധതിയുടെ 2ാം ഘട്ടം വിജയകരമായി പൂർത്തിയാക്കുന്ന ശാസ്ത്രലോകത്തെ ഈ മലയാളിയെ നമുക്ക് ഹൃദയപൂർവ്വം തന്നെ അഭിനന്ദിക്കാം, നമുക്ക് അഭിമാനിക്കാം. 3 ഘട്ടങ്ങളായുള്ള ഇന്ത്യയുടെ ആണവ പരിപാടിയുടെ കേന്ദ്രമാണ് പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ. ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇന്ധനം ഉൽപ്പാദിപ്പിക്കുന്ന ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന 2ാം ഘട്ടത്തിലേക്കുള്ള മാറ്റം ഏറെ പ്രധാനപ്പെട്ടതാണ്. ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇന്ധനം ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള ഈ നൂതന റിയാക്ടർ നമ്മുടെ ശാസ്ത്രീയ കഴിവുകളുടെ ആഴവും നമ്മുടെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിന്റെ ശക്തിയും പ്രതിഫലിക്കുന്നു എന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ആണവോർജ്ജ രംഗത്ത് ഇന്ത്യ കൈവരിച്ച ഈ നേട്ടം ഇറക്കുമതി ചെയ്യുന്ന ആണവ ഇന്ധനത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും വർദ്ധിച്ചു വരുന്ന ആവശ്യത്തിനനുസരിച്ച് ദീർഘകാല ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാനും സഹായിക്കും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. റിയാക്ടറിന്റെ രൂപകൽപ്പന, നിർമ്മാണം എന്നിവയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞർ, എഞ്ചിനീയർമാർ, ടെക്നീഷ്യന്മാർ, വ്യവസായ ലോകം ഇവരുടെ വൈദഗ്ധ്യവും മികവും വെളിപ്പെടുത്തുന്നതാണ് ഈ നേട്ടം. ക്രിട്ടിക്കാലിറ്റി കൈവരിക്കുന്നത് ഒരു സാങ്കേതിക നാഴികക്കല്ല് മാത്രമല്ല, സുസ്ഥിരവും സ്വയം പര്യാപ്തവുമായ ഊർജ്ജ ഭാവിയിലേക്കുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ് കൂടിയാണ്. ഭാരതീയ നാഫിക്കിയ വിദ്യുത് നിഗം ലിമിറ്റഡാണ് റിയാക്ടർ രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്തത്. എന്തായാലും നമുക്കും അഭിമാനിക്കാം, ഈ വലിയൊരു സംരംഭത്തിന് പിന്നിൽ നമ്മുടെ നാട്ടുകാരൻ, മലയാളിയായ നമ്മുടെ ഒരു നാട്ടുകാരൻ, കൊട്ടാരക്കരക്കാരൻ ഉണ്ട് എന്നതിൽ നമുക്ക് ഓരോ മലയാളിക്കും അഭിമാനിക്കാം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.